ഗൈസ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ പാണ്ടിപ്പാറയിലാണുള്ളത്. അപ്പോൾ ഇവിടെ വന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പാണ്ടിപ്പാറ പള്ളിയുടെ കുരിശുമലയും അതുപോലെ തന്നെ ആ കുരിശുമലയിലേക്ക് പോകുന്ന 14 സ്ഥലങ്ങൾ, ആ ഒരു 14 സ്ഥലങ്ങൾ ഇവിടെയുള്ളവർ വളരെ മനോഹരമായിട്ട് സ്റ്റാച്യു ആയിട്ട് വെച്ചിട്ടുണ്ട്. ഓരോ സ്ഥലങ്ങൾ, അതായത് ഓരോ സ്ഥലങ്ങളിലും 1-ാം സ്ഥലം, 2-ാം സ്ഥലം, 3-ാം സ്ഥലം, ആ ഒരു സ്ഥലങ്ങളിൽ എന്ത് സംഭവിച്ചെന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഒരു സ്റ്റാച്യു ആയിട്ട് ഇവർ വളരെ മനോഹരമായിട്ട് ഇവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു 14 സ്ഥലങ്ങൾ നമുക്കൊന്ന് പോയി കാണാം. ആ ഒരു 14 സ്ഥലങ്ങൾ നിങ്ങൾ കണ്ടിരിക്കുക. ഗൈസ്, ഇതാണ് 1-ാം സ്ഥലം. അടിപൊളിയായിട്ടുണ്ടല്ലേ 1-ാം സ്ഥലം. ഇനിയുള്ളതൊക്കെ ഇതുപോലൊക്കെ തന്നെയാണ് ഇരിക്കുന്നത്. 2-ാം സ്ഥലം, 3-ാം സ്ഥലം ഒക്കെ ഏകദേശം ഇതുപോലൊക്കെയാണ്. പക്ഷേ ഇത് അടിപൊളിയായിട്ടുണ്ടല്ലേ ഗൈസ്. ഇതാണ് 2-ാം സ്ഥലം. ഈ സ്ഥലം കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഒരു പാറക്കല്ലൊക്കെ വെച്ചേക്കുന്ന പോലെ ഉണ്ട്. കൊള്ളാം ഗൈസ്. ഇതാണ് 3-ാം സ്ഥലം. ഇതൊരു വീടിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആട്ടോ ഇരിക്കുന്നത്. നന്നായിട്ടുണ്ടല്ലേ ഗൈസ്. ഇതാണ് 4-ാം സ്ഥലം. ഈ ഒരു സ്ഥലത്തിൻ്റെ അടുത്തും ഒരു വീട് ഇങ്ങനെ പണിതുകൊണ്ടിരിപ്പുണ്ട്. മനോഹരമായിട്ടുണ്ടല്ലേ ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ 5-ാം സ്ഥലം. 5-ാം സ്ഥലം അതിമനോഹരമായിട്ടാണ്. ഒരു തടി മുറിച്ച് നേരെ കിടത്തി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ചെയ്തേക്കുന്ന ഒരു ആർട്ട് പോലെ ഉണ്ടല്ലേ ഗൈസ്. ഇതാണ് നമ്മുടെ 6-ാം സ്ഥലം. 6-ാം സ്ഥലം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. വേറോനിക്ക് അംശമായിട്ട് തിരുമുഖം തുടയ്ക്കുന്നു. അത് തന്നെയാണ് സംഭവം. അതെ അത് തന്നെ ഗൈസ്. ഇതാണ് നമ്മുടെ 7-ാം സ്ഥലം. 7-ാം സ്ഥലം കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് അത് ഒറ്റയൊരു മരത്തടി ചെയ്തേക്കുന്ന രീതിയിലാണ് വളരെ മനോഹരമായിട്ട് ചെയ്തേക്കുന്നത്. ഇത് വീടിൻ്റെ കുറച്ചടുത്തായിട്ടൊക്കെയാണ് ഇരിക്കുന്നത്. മനോഹരമായിട്ടുണ്ടല്ലോ ഗൈസ്. ഇതാണ് 8-ാം സ്ഥലം. അപ്പോൾ 8-ാം സ്ഥലം ഒരു വീടൊക്കെ ഇതിൻ്റെ അടുത്ത് പണിയുന്നുണ്ട്. 8-ാം സ്ഥലം അടിപൊളിയായിട്ട് കുറച്ച് വെറൈറ്റി ആയിട്ട് മരക്കൊമ്പൊക്കെ മുകളിൽ വെച്ചിട്ടാണ് അവരുണ്ടാക്കിയേക്കുന്നത്. അവിടുത്തെ ലൈറ്റ് ഓൺ ആയിട്ടൊക്കെയാണ് കിടക്കുന്നത്. അടിപൊളിയല്ലേ ഗൈസ്. ഇതാണ് 9-ാം സ്ഥലം. 9-ാം സ്ഥലം കുറച്ച് വെറൈറ്റി ഒക്കെ ആയിട്ട്. ഇത് വീടിനോട് ചേർന്നല്ല കേട്ടോ ഇരിക്കുന്നത്. ബാക്കിയുള്ളതൊക്കെ ഓൾമോസ്റ്റ് വീടിനോട് ചേർന്നായിരിക്കുന്നത്. ഇത് വീടിനോട് ചേർന്നല്ല ഇരിക്കുന്നത് ഗൈസ്. ഇതാണ് 10-ാം സ്ഥലം. അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ ഇവർ ചെയ്തിട്ടുണ്ട്. കണ്ടോ, പൂക്കളൊക്കെ വെച്ച് ചെടിയൊക്കെ വെച്ച് മനോഹരമായിട്ടാണ് ഇത് ചെയ്തേക്കുന്നത് ഗൈസ്. ഇതാണ് 11-ാം സ്ഥലം. ഇത് വളരെ മനോഹരമായിട്ട് ഒരു ഗാർഡനൊക്കെ വെച്ച് ഒരു വീടിൻ്റെ സൈഡിലാണ് ഇത് ചെയ്തേക്കുന്നത്. വളരെ മനോഹരമായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതാണ് 12-ാമത്തെ സ്ഥലം. ഇവിടെ കുറച്ച് വെറൈറ്റി ആയിട്ട് മറ്റേ ഗ്രാസ് മാറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. വളരെ മനോഹരമായിട്ട് ഒരു ക്രൂശിത രൂപം, അതായത് ഈശോ കുരിശിൽ മേൽ തൂങ്ങി മരിക്കുന്നു. അതല്ലേ 12-ാമത്തെ സ്ഥലം? അതെ, അത് തന്നെയാണ്. അതാണ് ഈ ഒരു സ്ഥലത്ത് ഇവിടെ സ്റ്റാച്യു ആയിട്ട് അവർ വെച്ചിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുണ്ട്. ഇതാണ് 13-ാമത്തെ സ്ഥലം. അപ്പോൾ ഇതിൻ്റെ ചുറ്റിനും ചെറിയൊരു ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം 13-ാമത്തെ സ്ഥലം വളരെ മനോഹരമായിട്ടാണ് ഇവരിത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഗൈസ്. അപ്പോൾ ഇതാണ് 14-ാമത്തെ സ്ഥലം. വളരെ മനോഹരമായിട്ട് ഇവിടെ ചെയ്തു വെച്ചിരിക്കുകയാണ്. ഒരു മരത്തിൻ്റെ സൈഡിലായിട്ട് വളരെ മനോഹരമായിട്ട് ഒരു ശില്പി ആരാന്നൊന്നും നമുക്കറിയത്തില്ല. വളരെ മനോഹരമായിട്ടാണ് ഇതുണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇവിടെ. 14-ാമത്തെ സ്ഥലമാണ്, ലാസ്റ്റ് സ്ഥലമാണ് ഇത്. ഇനിയിപ്പം ഈ ഒരു സ്ഥലം കഴിഞ്ഞിട്ടാണ് നമ്മൾ നേരെ അവസാനത്തെ ആശീർവാദത്തിന് വേണ്ടി പോകുന്നത്. അപ്പം ഈ ഒരു 14 സ്ഥലങ്ങളും കഴിഞ്ഞിട്ട് അവസാനമായിട്ട് നമ്മൾ എത്തിച്ചേരുന്നത് ഈ ഒരു കുരിശിൻ്റെ ചുവട്ടിലാണ്. ഈ ഒരു കുരിശിൻ്റെ ചുവട്ടിൽ വെച്ചിട്ടാണ് സമാപന ആശീർവാദം കൊടുത്ത് വൈദികൻ എല്ലാവരെയും വീട്ടിലേക്ക് അയക്കുന്നത്. സമാപന ആശീർവാദത്തോടു കൂടി എല്ലാവരും പിരിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് ഇവിടെ വന്നു കഴിഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇന്നത്തെ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇന്നിങ്ങോട്ട് വന്നത് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ചാനൽ. നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തില്ല. നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.